ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എവിടെയായിരുന്നു ഇതുവരെ? എന്താ അങ്ങനെ ഒരു ചോദ്യം? അമ്മയ്ക്ക് അറിയാവുന്നല്ലോ എന്റെ ജോലിയുടെ കാര്യമൊക്കെ. അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. പാമേ, എന്തുവാ ഇവിടെ? അവന് ചെറുപ്പക്കാരനല്ലയോ? അവന് പല സ്ഥലത്തും പോകണ്ടല്ലേ? അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് പോണ വെച്ചാൽ എന്തർത്ഥത്തിലാ? ഇതൊരുമാതിരി സ്വാർത്ഥതയാ. മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന അമ്മമാരുടെ വില കുറഞ്ഞ സ്വാർത്ഥത. രാഘവേട്ടൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന സമയത്ത് രാഘവേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലങ്ങളിലും ഞാൻ പോയിരുന്നില്ല. അത് രാഘവേട്ടന് ഇഷ്ടമില്ലാത്തവരെ ഞാനുമായിട്ടും ബന്ധപ്പെടുത്തണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിട്ടാ. അന്നത്തെ എന്റെ തീരുമാനം വില കുറഞ്ഞതാണോ കൂടിയതാണോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എന്റെ മകനോട് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകരുതെന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ലെന്ന് പറയുന്നത് അത് രാഘവേട്ടന്റെ സ്വാർത്ഥതയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അമ്മ എന്താ പറഞ്ഞു വരുന്നെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ശാലിനിയുടെ അടുത്ത് ഞാൻ പോയതിന്റെ പരിഭവവും പരാതിയാണ് അമ്മ ഈ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ശാലിനി എന്റെ ഭാര്യ. അവൾക്ക് ഒരു അപകടം സംഭവിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു, അതും എന്നെ രക്ഷിക്കാനായിട്ട്. ഇനി ഞാൻ ശാലിനിയെ കാണാൻ പോയത് തെറ്റാണെന്ന് അമ്മ പറയുകയാണെങ്കിലേ എനിക്കത് ശരിയായിട്ടാ തോന്നുന്നേ. മനസ്സിലായോ? പിന്നെ എന്റെ പണം ഇവിടെ വേണ്ട, എന്റെ സാന്നിധ്യം ഇവിടെ വേണ്ട. കാര്യങ്ങൾ തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു എല്ലാം അമ്മ തന്നെയാ. അല്ലമ്മേ, പിന്നെ ഞാനും നിന്നോട് നിൽക്കുന്നേ. പാമേ, അവൻ ചോദിക്കുന്നത് ന്യായമാണ്. നീ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയും കൊടുക്കേണ്ടതാ. കാരണമേ, അവനെ പോലൊരു മകൻ അനുവദിച്ചു കൊടുക്കേണ്ട സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നീ അവന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിന്റെ ചൊൽപ്പടിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നീ ആഗ്രഹിക്കുക. അതുകൊണ്ടെന്താ, ഒരു മകൻ എന്ന നിലയിൽ അവൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? അതെ, അത് നമ്മളെ മൂലം ഉണ്ടായതാ. ഇവൻ നമുക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ മറന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമുക്ക് രണ്ടുപേർക്കും മാത്രമാണ്. നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മരുമകളെ മാത്രം പറയില്ല അല്ലെ? അവൾ എന്റെ കുടുംബത്തിലേക്ക് എന്ന് വന്ന് കയറിയോ അന്ന് തകർന്നതാ എന്റെ കുടുംബം. എന്റെ മകൻ എന്നിൽ നിന്ന് അകറ്റിയതും അവൾ ഒറ്റ ഒരുത്തിയ. ഇപ്പൊ അവള് കുത്തേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവള് ദൈവത്തോട് ചോദിച്ചു മേടിച്ച ശിക്ഷ തന്നെയാണ്. അമ്മ കാര്യങ്ങളറിയാതെ ഈ പറയുന്നേ. എനിക്കെല്ലാം അറിയാടാ. അച്ഛനാരാണെന്ന് അറിയാത്ത ഒരു കൊച്ചിനെയും കൊണ്ടല്ലേ അവള് ജീവിക്കുന്നത് ഇപ്പോഴും. അതിന്റെ അച്ഛൻ ആരാണെന്ന് ഇതുവരെ അവള് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളി അവള്. പേരും കള്ളി. എന്നിട്ടും വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാവാനുള്ള നിന്റെ ഈ നടപ്പ് കാണുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ പുച്ഛോ. നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നതിലുള്ള പുച്ഛം. അമ്മേ, ഒരിക്കൽ അമ്മ സത്യങ്ങളെല്ലാം അറിയും. അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞതിനെ ഒരുപാട് വിഷമിക്കും. ഒരുപാട്.